വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാഴാനി ഡാം കാണാനാണ്. അപ്പോൾ ഇതാണ് വാഴാനി ഡാമിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇത് അച്ഛനും അച്ചുവും കൂടെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. ഇനി ഇവിടെ അടുത്ത് തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ, പുറത്തായിട്ട് ക്യാൻറ്റീൻ ഉണ്ട്. പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു മരമാണ്. ഇത് അത്യാവശ്യം പഴക്കമുള്ള മരമാണ് തോന്നുന്നുണ്ട് കാണുമ്പോൾ. ഇനി ഇവിടെ ടിക്കറ്റ് റേറ്റൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ടിക്കറ്റ് വന്നിട്ട് 6:30 വരെ കൊടുക്കും എന്നാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ 6 മണിക്ക് മുന്നേ വരുവാണെങ്കിൽ സേഫ് സൈഡായിരിക്കും. കാരണം നമുക്ക് ഇരുട്ടാവുന്നതിന് മുന്നേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു 4:30-5 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തണം. അപ്പോൾ നമ്മൾ കയറി പോകുന്ന വഴിയിൽ തന്നെ വീണ്ടും ഒരു ഫുഡ് കോർട്ട് കാണാണ്. ഇത് ഉള്ളിലുള്ള ഫുഡ് കോർട്ടാണ് കേട്ടോ. നമ്മളിവിടെ കയറിയില്ല, നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും കയറുകയാണ്. ഇനി ഇവിടെ കയറി പോകുമ്പോൾ മരത്തു നിന്നൊക്കെ ഓരോ സൗണ്ടൊക്കെ കേൾക്കാനുണ്ട്. നോക്കിയ സമയത്ത് ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ മരത്തിൽ. ഇതാണ് റോക്ക് ഗാർഡൻ. ഇനി ഇങ്ങോട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആക്ച്വലി നമുക്ക് ഡാമിലേക്ക് എൻട്രി ചെയ്യുന്ന വഴി ഈ ഗേറ്റിൽ കൂടെ പോയാലാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു വ്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ വെള്ളം നല്ല കുറവാണ് ഇപ്രാവശ്യം. മുന്നേ ഞങ്ങൾ വന്നിരുന്ന സമയത്തൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ സൈഡിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഡാമിലോട്ട് കടക്കുകയാണേ. ഇതാണ് ഡാമിൻ്റെ ഏരിയയിലേക്ക് പോകുന്ന വഴി. ഇവിടുന്ന് കുറച്ചധികം നമുക്ക് നടക്കാനുണ്ട്. പിന്നെ ഇവിടെ മരങ്ങളിലേക്കൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു വഴിയിലേക്ക് പോകുമ്പോൾ സൈഡിലുള്ള വ്യൂ. വെള്ളം കുറവാണ്, പക്ഷേ നമുക്ക് ആ സീനറിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് അങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു ക്ഷീണമൊന്നും വന്നിരുന്നില്ല. കാരണം നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ മാക്സിമം നിങ്ങളൊരു 4 മണി 4:30-5 മണി നേരത്തൊക്കെ വരിക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുട്ടാവണതിന് മുന്നേ നമുക്കിതൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാനും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ് ഇവിടെ വരികയാണെങ്കിൽ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഗ്രീനറി ആയിട്ട് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. നമുക്ക് ടൈം പാസ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ കേരള ഫിഷറീസ് വകുപ്പിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ സൈഡിൽ സൂര്യൻ അസ്തമിക്കുന്ന പോലെ ഒരു വ്യൂ കണ്ടത് കേട്ടോ. ഇവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു സൺസെറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ചിൽഡ്രൻസ് പാർക്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമ്മൾ വേഗം താഴോട്ടേക്ക് പോവാണ്. ഇതാണ് മുകളിൽ നിന്ന് താഴേക്ക് ഗാർഡനിലേക്കും ചിൽഡ്രൻസ് പാർക്കിലേക്കും ഉള്ള വ്യൂ. നമ്മൾ നടന്ന് കയറുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഡാമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. കുട്ടികളെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അവർക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം ഇവിടെ നല്ല പച്ചപ്പും നല്ല കാറ്റും ഒക്കെ ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി. അപ്പം നമ്മളങ്ങനെ ഡാമിൻ്റെ ആ ഒരു ഏരിയയ്ക്ക് കയറുവാണ്. ഇവിടെയൊക്കെ പ്രവേശനം ഇല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സൈഡിലൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. ഇനി താഴോട്ട് പോകാൻ ഈ ഒരു സ്റ്റെപ്പിൽ കൂടെയും പോവാം. പക്ഷെ നമ്മൾ പോകുന്നത് ആ ഡാമിൻ്റെ അങ്ങോട്ടുള്ള അവിടേക്ക് കയറിയിട്ട് പിന്നെ അങ്ങനെ നമുക്ക് തൂക്കുപാലത്തിൽ കൂടെ ഇറങ്ങാം. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല വെള്ളത്തിൻ്റെ സൗണ്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നോക്കിയപ്പോൾ ഇങ്ങനെ. ഞങ്ങളിപ്പോൾ 3ാമത്തെ വട്ടമാണ് വരുന്നത്. മുന്നേ വന്നപ്പോഴൊന്നും ഇങ്ങനെ കണ്ടിട്ടുന്നില്ല. പിന്നെ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഷട്ടർ ചെറുതായിട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് അവിടെ മൊബൈൽ പിടിക്കാൻ പേടി, കയ്യിൽ നിന്ന് സ്ലിപ്പാകുമെന്ന്. അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നമ്മൾ നേരെ തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങുവാണേ. ഇത് തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സൈഡിലേക്കുള്ള വ്യൂ ആണിത്. എന്ത് രസമാണെന്നറിയോ. നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം പോലെയുള്ളത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ കൂടെ ഓരോ പടിയും ഇറങ്ങുന്നത്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ അത്.
ഇവിടെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ കണ്ടതിനെക്കാട്ടിലും ഭംഗി എന്താ വെച്ചാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നോക്കാനാണ്. നോക്കിയേ എന്ത് രസമാണ്, നല്ല പാല് പോലെ വെള്ളം പോകുന്നതുണ്ടോ. ഇനി നമ്മൾ നേരെ തൂക്കുപാലത്ത് കയറുകയാണ്. തൂക്കുപാലത്ത് കയറിക്കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ആ ഒരു വെള്ളം പോകുന്നതിൻ്റെ നടുക്കെത്തും. അവിടെയും നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അവിടെയും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇത് കണ്ടോ, ഇത് ശരിക്കും ക്യാമറയിൽ അത്ര ക്ലാരിറ്റി എനിക്ക് തോന്നുന്നില്ല, കാരണം നേരിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ, തൂക്കുപാലത്തിലെ വ്യൂ. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തു നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ ഇപ്പോൾ അച്ചു എക്സൈറ്റഡ് ആയിട്ട് ഓടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടേക്ക് സ്പീഡായിട്ട് പോവുകയാണ് നമ്മൾ, വൈകാതിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ വന്നപ്പോൾ 5 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇരുട്ടാവുന്നതിന് മുന്നേ തിരിച്ചിറങ്ങണമല്ലോ. അപ്പോൾ നമ്മൾ വേഗം നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം ക്ലീനാണ് കേട്ടോ. അങ്ങനെ ചപ്പ് ചവറുകളൊന്നും കാണാനില്ല. നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഈ പടിക്കെട്ടുകളൊക്കെ ഇറങ്ങി അത്യാവശ്യം താഴെ എത്തണം കേട്ടോ, നമ്മൾ ഗാർഡനിലേക്കൊന്ന് എത്തണമെങ്കിൽ. അപ്പോൾ കുറച്ചധികം നടക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ വ്യൂ ഒക്കെ കണ്ട് പതുക്കെ നടന്ന് പോവാം. പിന്നെ അങ്ങനെ ചൂടെടുക്കുന്ന ഒരു ക്ലൈമറ്റ് അല്ല, ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു തണുത്ത ക്ലൈമറ്റ് തന്നെയാണ്. മഴ പെയ്താലൊക്കെ ശരിക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ നടന്നെത്തുന്നത് ഇങ്ങനെ ഒരു ഏരിയയിലേക്ക്. ഇവിടെയും വെള്ളം പോകുന്നത് കാണാം 2 സൈഡും. പിന്നെ ഇനി അപ്പുറത്തൊരു ചാല് പോലെ ഉണ്ട്, അവിടെയും നല്ലൊരു ഫോഴ്സിൽ വെള്ളം പോകുന്നതായിട്ട് കാണാം. കണ്ടോ, അത്യാവശ്യം സ്പീഡിൽ തന്നെ വെള്ളം പോകുന്നുണ്ട്. ഇനി നമ്മൾ ഇറങ്ങുന്നതാണ് നമ്മുടെ ഗാർഡൻ ഏരിയ. ഗാർഡൻ ഏരിയയിൽ ഇതേപോലത്തെ ബിംബങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗാർഡൻ നല്ല ബുഷസൊക്കെ നല്ല കട്ട് ചെയ്ത് ഷേപ്പാക്കിയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് ഞങ്ങൾ മുന്നേ വന്ന സമയത്ത് ഇതുപോലെ ഒന്നും ആയിരുന്നില്ല. അത്രയോ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ചിൽഡ്രൻസ് പാർക്കൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ ഇപ്പോൾ വന്നതാണ്. കണ്ടോ, ഗാർഡനൊക്കെ എന്ത് നീറ്റാണെന്നറിയോ. ഒരു വേസ്റ്റ് പോലും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഇതാണ് ചിൽഡ്രൻസ് പാർക്കിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാവുന്ന റൈഡുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് തിരക്കും കുറവാണ് കേട്ടോ. ഒരു 3-4 ഫാമിലി മാക്സിമം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ലീവുള്ള ദിവസമായിട്ട് എന്തെങ്ങനെ കുറവ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ എല്ലാ റൈഡിലും അത്യാവശ്യം അച്ചുവിന് തിരക്കില്ലാതെ തന്നെ കളിക്കാൻ പറ്റി. കുട്ടികളുണ്ട്, പക്ഷേ തിരക്ക് പൊതുവേ കുറവായിരുന്നു. അപ്പോൾ ഇവിടെ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൈഡാണ്. ഇതെനിക്കൊരു ഒത്തിരി അതിശയം പോലെ തോന്നി. നല്ല വലിയൊരു റൈഡാണ്. 4 സൈഡും ഇവർക്ക് സ്ലൈഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മാറി ചെയ്യാൻ പറ്റും. നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിപ്പായിട്ടാണ് അച്ചുവിന് തോന്നിയത്. അവന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവന് മാക്സിമം നമ്മൾ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്തത് ഈ ചിൽഡ്രൻസ് പാർക്കിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ മാക്സിമം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഏകദേശം ഇരുട്ടാവാറാകുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങിയത്. അപ്പം ഇതൊക്കെയാണ് ഗാർഡനിലെ വ്യൂസ്. അച്ചു മാക്സിമം എല്ലാത്തിലും കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു ഹാങ് ചെയ്യുന്ന ഒരു റൈഡുണ്ട്, അതിൽ മാത്രം കയറിയില്ല, ബാക്കി എല്ലാത്തിലും പാർക്കിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പം നല്ലൊരു വലിയൊരു പ്ലേ ഏരിയയാണ് അവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക്. പിന്നെ നമുക്ക് ആ പാരൻസിനാണെങ്കിലും ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് സൈഡിൽ. നമുക്ക് കാമായിട്ട് ഇരുന്നിട്ട് നമുക്കിവരുടെ കളികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കാം. പിന്നെ നമ്മൾ അങ്ങനെ ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന് ഇറങ്ങി ഗാർഡൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഈ ഒരു മരം എനിക്കൊരു അതിശയം പോലെ തോന്നിയിട്ടോ, നല്ല ചെരിഞ്ഞ് നിൽക്കുക. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
നോക്കി എന്ത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് അവർ ഗാർഡനൊക്കെ വെച്ചിരിക്കുന്നത്. എനിക്കറിയാം ഈ വീഡിയോ ഇത്തിരി ലെങ്തിയാണ്, പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് ഈ വ്യൂസൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അത്രയും ഭംഗിയാണ് ഗാർഡൻ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അതിശയം പോലെ അല്ലെങ്കിൽ ഒരു കൗതുകം പോലെ തോന്നിയത് ഈ ഒരു പുല്ലാണ് കേട്ടോ. ഇത് കണ്ടോ, തോണിയുടെ ഷേപ്പിലാണ് അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കണ്ടത് വാഴാനി ഡാം എന്ന് പറഞ്ഞുള്ള ഇതിൽ ഷേപ്പിൽ ഗ്രാസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പതുക്കെ ഇറങ്ങുകയാണ് കേട്ടോ. കാരണം അത്യാവശ്യം സന്ധ്യയായി തുടങ്ങി. നമുക്ക് പുറത്തിറങ്ങി നമുക്ക് ഇരുട്ടാവണതിന് മുന്നേ ഇറങ്ങണമല്ലോ ഇവിടുന്ന്. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല മാക്സിമം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങുവാണ്. ഞങ്ങൾ എക്സിറ്റിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ഇങ്ങനെയായി. ആകാശമൊക്കെ അത്യാവശ്യം കറുത്തു, ഇവിടെ ലൈറ്റ്സൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ കേട്ടോ. അത്യാവശ്യം മരങ്ങളും പുല്ലുകളും പിന്നെ ഫാൻസി ചെടികളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് കണ്ട ക്യാൻറ്റീൻ്റെ ബാക്ക് വശം ഇവിടെ കാണാം. ഇവിടെ കുറേ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിരുന്ന് ആടാനായിട്ട്. പിന്നെ ഇവിടെ ഒരു ഫീഡിങ് ഏരിയ ഉണ്ട്. ഇത് എൻട്രൻസിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ വാഴാനി ഡാമിനോട് വിട പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അത്യാവശ്യം രാത്രി ആയിട്ടുണ്ടായിരുന്നു. ക്യാൻറ്റീനൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങുവാണ്. കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ വരുന്ന സമയത്ത് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇത്തിരി നടക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മളുടെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.